നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഋതു പല്ലവിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇപ്പോഴാണ് ഋതു പല്ലവിയുടെ മനസ്സ് മനസ്സിലാക്കുന്നത്. ആ ഇന്ദ്രന് എത്ര വൃത്തികെട്ടവനായിരുന്നു, അവൻ തന്നെ ചതിക്കുമായിരുന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷെ മനസ്സിലാക്കി വന്നപ്പോഴത്തേന് സമയം അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഋതുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് പല്ലവി പറഞ്ഞു, നീ ഇങ്ങനെ കരയാതെ, നിന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് നീ പറയണേ. അതെ പല്ലവി, എനിക്ക് വേറെ മാർഗമില്ല. കാരണം അവൻ്റെ ഒരു കുഞ്ഞെൻ്റെ വയറ്റിലുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു. ഒടുവിൽ പല്ലവി പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കാതെ, ഞാൻ നിനക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന്. ഇപ്പോഴും ഞാൻ അത് തന്നെ ആവർത്തിക്കുക. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവൻ്റെ മുന്നിൽ നമ്മൾ തോറ്റു പിന്മാറുമല്ല ചെയ്യണ്ടേ, അവൻ്റെ മുന്നിൽ നമ്മൾ ജയിച്ച് കാണിക്കണം. നിനക്കറിയാലോ ഞാൻ എത്ര മാത്രം പോരാടിയെന്ന്. എനിക്ക് ഡിവോഴ്സ് തരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പഠിച്ച പണി 18 നോക്കി. ഒടുവിൽ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി. എനിക്കറിയാം എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഇറങ്ങണമെന്ന്. അങ്ങനെയാണ് ഒടുവിൽ ഞാൻ അവനിൽ നിന്ന് ഡിവോഴ്സ് മേടിച്ചെടുത്തെ. ആ തരാതിരിക്കാൻ അവൻ എന്തൊക്കെ നാടകങ്ങൾ കളിച്ചെന്നറിയാവോ? ഞാൻ അനുഭവിച്ചതിൻ്റെ പകുതി നീ അനുഭവിച്ചിട്ടില്ല ഋതു. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക. എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടാവും. നമുക്കവനെ വേരോടെ പിഴുതെറിയണം. അങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അവൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പുറത്തു കൊണ്ടുവരണം. അത് കേട്ടപ്പം ഋതു പറഞ്ഞു, അല്ല പല്ലവി എൻ്റെ കൂടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും ഏതിനും ഉണ്ടായിരിക്കും. അവനെ മാത്രമല്ല, ആ കുടുംബത്തിലെ വേറൊരാളും കൂടെ ഉണ്ടല്ലോ, അവന് ജന്മം നൽകിയ അവൻ്റെ അമ്മ രാജലക്ഷ്മി, അവരും കൂടെ ഇവനോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഇന്ദ്രനോടൊപ്പം. അവരെ രണ്ടുപേരും നമ്മൾ തകർക്കണ്ടേ. എല്ലാ തന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്നത് അവരാന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഋതുവിന് ഇപ്പം എന്തൊക്കെയോ ഒരു ആശ്വാസമൊക്കെ തോന്നി. പല്ലവിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പം ഋതുവിന് തോന്നി അവൻ തന്നെ ചതിപ്പെടുത്തിയാണ് പ്രഗ്നൻ്റ് ആക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് അവനെ വെറുതെ വിടാൻ പാടില്ല. ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ ഋതുവും വിചാരിച്ചു. അതേസമയം ഇന്ദ്രൻ വീട്ടിലേക്ക് വന്നു. ഇന്ദ്രൻ വീട്ടിൽ വന്നു ഇപ്പം ഋതു ഇല്ലല്ലോ. അങ്ങനെ ഋതുവിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമയുടെ അടുത്ത് നിന്നിടിച്ചു, അല്ലമ്മേ എന്തിയെ ഋതു എന്തിയെ? അവള് പുറത്തേക്കും കൊണ്ട് പോയതാണല്ലോ മോനെ. എന്താ മോനെ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. പിന്നീട് രാജലക്ഷ്മിയെ വിളിക്കുവാണ്. രാജലക്ഷ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഞാനിവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ പൂർണ്ണിമയുടെ ഫോൺ കൊടുക്കാം. അമ്മയ്ക്ക് എന്തെങ്കിലും സംസാരിക്കേണ്ടത് സംസാരിച്ചോ. അമ്മ പറഞ്ഞില്ലായിരുന്നോ ഫോൺ വിളിച്ച് കൊടുക്കണം? കൊടുക്കുമോനെന്ന് പറയണ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണിമ അങ്ങോട്ട് വീണ്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ എന്ത് ചെയ്തു, ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പൂർണ്ണിമയോട്. എന്നോട് രാജലക്ഷ്മിക്ക് എന്താ സംസാരിക്കാനുള്ളത്? അത് അമ്മ തന്നെ നേരിട്ട് ചോദിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫോൺ തെഞ്ഞിട്ട് പൂർണ്ണിമ വെച്ചു, എന്താ രാജലക്ഷ്മി, നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത്? അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പം ഋതു ഇന്ദ്രനും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് എന്നോട് ഇന്ദ്രൻ വന്ന് പറഞ്ഞായിരുന്നു. എന്ത് പ്രശ്നങ്ങൾ? അതെന്താണെന്നറിയില്ല. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞു. അതെല്ലാം ചില പൂജകളൊക്കെ ചെയ്യുവാണെങ്കിൽ മാറും. പൂജകൾ ചെയ്താലോ? അതേന്നേ കഷ്ടകാലമാണെന്നാ പറയണേ ഇന്ദ്രനിപ്പം. അതൊക്കെ മാറണമെങ്കിൽ ചില പൂജകളും കാര്യങ്ങളൊക്കെ നടത്തണം. പിന്നെ ഈയിടെ ഒരു കല്യാണം നടന്നില്ലേ, ആ കല്യാണം നടന്നും അത്ര ശരിയായിട്ടുള്ള സമയമല്ല. എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന് ഞാനിവിടെ ഞങ്ങളുടെ അടുത്തുള്ള ജോസിനെ പോയി കണ്ടവൻ പറഞ്ഞേ. ദോഷങ്ങളുണ്ടെന്നോ? അതെ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് കുറെ പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഋതുവിനെ ഇങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞു വിടുവാണ് ഉപകാരമായിരുന്നു. അല്ല അത് പിന്നെ ഋതു പ്രഗ്നൻ്റ് ആയിട്ടെങ്കിലും സമയത്ത് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അത് മാത്രമല്ല പൂർണ്ണിമയ്ക്ക് അറിയാലോ, എനിക്ക് 2 ആൺമക്കൾ മാത്രമേ ഉള്ളൂ. അവരെ എങ്ങനെയാ സ്നേഹിക്കണേന്ന്. ഇപ്പം ഇന്ദ്രനാണെങ്കിലും അവിടെ നിൽക്കുന്നേ. അവൻ ഇവിടെ വന്ന് നിൽക്കേണ്ടവനാ. പക്ഷെങ്കിൽ അവന് നിങ്ങളുടെ മകളെ മാത്രം മതി. സ്വന്തം പെറ്റമ്മയോട് പോലും അവന് താല്പര്യമില്ല. അതുകൊണ്ട് അവൻ അവിടെ വന്ന് നിൽക്കുന്നേ. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, അതെൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ലോ രാജലക്ഷ്മി, എനിക്കറിയാം. പക്ഷെ അവിടുത്തെ പ്രശ്നങ്ങളും ആ കുടുംബത്തിലും കുറേ ദോഷങ്ങളുണ്ടെന്നാണ് ഞാൻ ഈ ജോത്സ്യരെ പോയി കണ്ടവൻ പറഞ്ഞേ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ കുറേ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അല്ല ഞാൻ പറയുന്നതിൽ പൂർണ്ണിമയ്ക്ക് വിശ്വാസമുണ്ടോ? അപ്പം പൂർണ്ണിമയ്ക്ക് ക്ഷേത്രം വഴിപാടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമാണ്, ഭയങ്കര വിശ്വാസമാണ്. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, എനിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല വിശ്വാസമുണ്ട്. അതാ പറഞ്ഞേ. അതെ നിങ്ങൾ അവിടുത്തെ ഈയിടെ നടന്ന കല്യാണം ഉണ്ടല്ലോ സേതുവിൻ്റെ പല്ലവിയുടെ, അത് ശരിയായ സമയത്തല്ല നടന്നേ. കാരണം അവരും മുഹൂർത്തം പോലും നോക്കാതെ ഓടിപ്പോയി താലി കിട്ടുമല്ലേ ചെയ്തേ. അങ്ങനെയൊക്കെ ഞാൻ ജോത്സ്യനെ കണ്ടും പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ആ കുടുംബത്തിലാണെങ്കിൽ ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന്. അങ്ങനെ പറഞ്ഞു. അതെ ഞാൻ
ഇന്ദ്രനെ ഋതുവിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി അവരുടെ സമയത്ത് നല്ല സമയമാണോ അതൊക്കെ ചോദിക്കാൻ വേണ്ടി ജ്യോത്സ്യനെ കാണാൻ പോയതാ എന്നൊക്കെ ഇങ്ങനെ തട്ടിവിട്ടു. രാജലക്ഷ്മി എല്ലാം കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്കൊരു സംശയം, ഇനി ഇവർ പറയുന്നത് സത്യമാണോ? അല്ല, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഏതായാലും ജ്യോത്സ്യനെ പോയി കണ്ടു ചോദിച്ചോ എന്നൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. തൽക്കാലത്തേക്ക് ഇത്ര മതി. ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ചിങ്ങനെ പിരികേറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അമ്മായിമ്മ മരുമോളെ വെറുക്കണം. അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. അങ്ങനെ വേണം അവസാനം വരുത്തി തീർക്കാനായിട്ട്. അതിനുള്ള പരിപാടിയാണല്ലോ ഇനി ചെയ്യാൻ പോകുന്നേ. ഉറപ്പായിട്ടും അത് നടക്കുക തന്നെ ചെയ്യും. ഈ പറയുന്ന മഹാലക്ഷ്മി ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണിമേനെ അവിടെ അടിച്ചിറക്കും. പിന്നെ മഹാലക്ഷ്മി ആയിരിക്കും അവിടെ ഭരിക്കാൻ പോകുന്നത്. പൂർണ്ണിമയ്ക്ക് അവിടെ ഒരു സ്ഥാനമില്ല. നിയമപരമായിട്ട് ഇപ്പോഴും മഹാലക്ഷ്മിയാണ് മാധവമേനന്റെ ഭാര്യ. അതൊക്കെ ഓർത്തപ്പോൾ രാജലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനുമാണ് സേതും ഋതുവും കൂടെ പല്ലവി ഋതുവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വന്ന ഉടനെ പല്ലവി മുറിയിലേക്ക് വന്നു. സേതു മുറിയിലുണ്ടായിരുന്നു. പിന്നീട് സേതുവിനോട് കാര്യങ്ങളൊക്കെ പറയണം. ഋതുവിന് സംഭവിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു, അവനെ ജീവനോടെ വെറുതെ വിടല്ല. അവനെ അങ്ങ് കൊന്നു കളഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇതിനേക്കാളും ഭേദം അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കുക. എല്ലാവരും രക്ഷപ്പെടൂല്ലോ. പല്ലവി പറഞ്ഞു, സേതുവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെ എടുത്തടിച്ചൊരു തീരുമാനം എടുക്കരുത്. അവനെ നമുക്കങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ പാടില്ല. ഇഞ്ചിഞ്ചായിട്ട് വേണം കൊല്ലാനായിട്ട്. ഋതുവിനെ വയറ്റി വളരുന്ന കുഞ്ഞിനെയോ അവന് യാതൊരു താല്പര്യമില്ല. അവനിപ്പം വേറെ ഏതോ ലോകത്താണ്. അത് നമുക്ക് പൊളിച്ചെടുക്കണം സേതുവേട്ട. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. സേതു പറഞ്ഞു, നമ്മൾ എത്രമാത്രം അവളോട് പറഞ്ഞല്ലേ. അവളുടെ ജീവിതം തകരുന്നു പോകുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് പറഞ്ഞേ. എന്നിട്ട് അവൾ നമ്മളെ വിശ്വസിച്ചോ? എന്നിട്ടിപ്പോൾ എന്തായി സേതുവേട്ട? ഇനിയിപ്പോൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയില്ലേ. ഇനി നമ്മൾ അവളോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നടക്കേണ്ടതൊക്കെ നടന്നു. ഇനി നടന്നതിൻ്റെ ബാക്കി നോക്കണം. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഒടുവിൽ സേതു പറഞ്ഞു, ഇതേ പല്ലവി, നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. നിന്നോടൊപ്പം എന്തിനു വേദി ഞാനുണ്ടായിരിക്കും. അത് കേട്ടപ്പോൾ പല്ലവിക്കും ഭയങ്കര സന്തോഷമായി. പല്ലവി സേതുവിനെ നെഞ്ചിലേക്ക് ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇന്ദ്രൻ്റെ അവിടെ കറങ്ങി തിരിഞ്ഞു വരുന്നത്. അപ്പോൾ റൂമിൽ കഥവ് കുറച്ച് തുറന്ന് കിടക്കുമായിരുന്നു. ഇന്ദ്രൻ ആ കാഴ്ച കണ്ടു. ഇന്ദ്രന് ഒട്ടും അതും കൂടെ സഹിച്ചില്ല. തൻ്റെ കയ്യിലിരിക്കേണ്ടവള് പല പ്രാവശ്യം താൻ ഇവളെ സ്വന്തമാക്കാണ്ട് ശ്രമിച്ചു. പക്ഷെ അന്നൊന്നും സാധിച്ചില്ല. നിൽക്കുന്ന ഇപ്പം കണ്ടല്ലോ, ഇത് അധികം നാളെ നീ നിൽക്കില്ല. കണ്ടു, നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും, അവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. പിന്നെ കാണിച്ചരാ ഈ ഇന്ദ്രൻ ആരാന്ന് എന്നൊക്കെ മനസ്സിൽ ഇന്ദ്രൻ പറഞ്ഞ് പല്ലിറുമിക്കൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയത്ത് വേണുഗോപാലിൻ്റെ അടുത്തേക്ക് ശൈലജ വന്നു. ശൈലജ വന്നിട്ട് പറഞ്ഞു, ദേ ലക്ഷ്മി ഉണ്ടല്ലോ, ലക്ഷ്മിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കുറേ കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ. കിട്ടിയോ? കാണിച്ചു. ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിക്കുകയാണ്. ഇങ്ങ് നോക്ക് വേണു കേട്ടാ. ഞാൻ പറഞ്ഞപ്പോൾ വിശ്വാസം വന്നില്ലോ. കണ്ടോ എത്ര ലക്ഷം രൂപയാ അവൾ അക്കൗണ്ടിൽ നിന്ന് എടുത്തിരിക്കുന്നതെന്ന്. ഇതിന് വല്ല കയ്യും കണക്കുണ്ടോ? എൻ്റെ വേണുവേട്ട സമ്പാദിച്ച തുകയാ. ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ വേണുവേട്ടൻ എന്താ പറഞ്ഞേ? അവളുടെ കാര്യം അവൾ നോക്കിക്കോളും, നീ എന്നത്ത് തലയിടാൻ പോണ്ടെന്ന്. എൻ്റെ ജീവൻ രക്ഷിച്ചവളാന്നൊക്കെ. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ മേലെടുത്ത തറവാട് അവള് മുടിപ്പിച്ച് കൈ തരും. അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ വേണുഗോപാലിന് നല്ല സംശയമായി. ഈ തുകയെല്ലാം അവൾ കൊണ്ടേ കൊടുക്കുന്നത് അവളുടെ മകനാണോ എന്നൊരു ചിന്ത. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. പക്ഷെ നേരിട്ട് ലക്ഷ്മിയോട് ഇത് ചോദിക്കാനായിട്ട് വേണുഗോപാലിനൊരു ഭയങ്കര മടി. എങ്ങനെയാ താൻ നേരിട്ട് ചോദിക്കുന്നേ? അവൾക്ക് മനസ്സിലാവാനാണെങ്കിൽ ഇപ്പം ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണും. പക്ഷെ നേരിട്ട് ചോദിക്കാണ്ട് ബുദ്ധിമുട്ട് കാണും. വേണുഗോപാൽ ഒന്നും ചോദിച്ചില്ല. ശൈലജ പറഞ്ഞു, ദേ വേണുവേട്ടാ, ഇത് ചോദിക്കാതിരിക്കരുത്. ഇത്രയും പൈസ അവൾ എന്ത് ചെയ്യുമെന്ന് അറിയണ്ടേ? ഞാൻ ചോദിച്ചോളാം ശൈലജ, നീ ഒന്ന് സമാധാനപ്പെട്. ഇത് ചോദിക്കണം വേണുവേട്ടാ. അവൾ കുറേ കാലം ഇവിടെ കിടന്ന് കളി തുടങ്ങിയിട്ട്. ഞാൻ വേണുവേട്ടനോട് പറഞ്ഞപ്പോൾ വേണുവേട്ടന് വിശ്വാസം വന്നില്ലല്ലോ. പിന്നെ അമ്മയുടെ തനി പകർപ്പാ മോള്. അമ്മ എന്ത് തെറ്റ് ചെയ്താലും മോൾ അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നീ ഒന്ന് സമാധാനപ്പെടുന്നൊക്കെ പറഞ്ഞ് ശൈലജേനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുവാണ്. ലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോഴും വല്ലാത്തൊരു മാനസിക നിലയിലായിരുന്നു വേണുഗോപാല്. ലക്ഷ്മിയെ കണ്ടു മൈൻഡ് പോലും ചെയ്തില്ല. ലക്ഷ്മിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ശൈലജ ഇനി പണി പറ്റിച്ചോ? അവളുടെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു പക്ഷേങ്കിൽ തന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ലക്ഷ്മി വേണുഗോപാലിൻ്റെ അടുത്തൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ വേണുഗോപാലും മൈൻഡ് പോലും ചെയ്തില്ല. വേണു ലക്ഷ്മിയോട് പറഞ്ഞു, എനിക്ക് നിന്നോട് അധികം സംസാരിക്കാണ്ട് താല്പര്യമില്ല ലക്ഷ്മി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തൽക്കാലത്തേക്ക് നീ ഇപ്പോൾ എന്നെ ശല്യം ചെയ്യാതെ പോകാനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയോ ചെയ്തേ. ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായി. ലക്ഷ്മിക്ക് എന്തോ വല്ലാത്തൊരു പേടി തോന്നി. വേണുവേണ്ട എന്തെങ്കിലും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നോട് ഒരിക്കലും പൊറുക്കില്ല. ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. അതേസമയം പാറുവിനെ കാണാനായിട്ട് വിശ്വം വന്നു. വിശ്വം വന്നിട്ട് പാറുണ്ട് പറഞ്ഞു, പാറു
നീ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. പക്ഷെ പാറു പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല വിശ്വം. അതെങ്ങനെ നിങ്ങളുടെ അമ്മയല്ലേ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടേ? അല്ല നിന്നെ ആരും ഇറക്കിയൊന്നും വിട്ടില്ലല്ലോ. ഇറക്കി വിട്ടില്ല പോലും. പിന്നെ അവരുടെ അടിമയായിട്ട് കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. വിശ്വത്തിന് വേണമെങ്കിൽ ഇവിടെ വന്ന് എത്ര ദിവസം വെള്ളം നിൽക്കാം. പക്ഷെ അവിടേക്ക് എന്നെ വിളിച്ചേക്കരുത്. അല്ലെങ്കിൽ അവർക്കൊരു ജോലിക്കാരിയാണ് വേണ്ടേ, അല്ലാതെ മരുമോളെ അല്ല വേണ്ടത്. അവിടെ ശോഭയും മൂന്ന് മാഷും ഒക്കെ ഇറങ്ങി വന്നു. ശോഭയും മൂന്ന് മാഷും ഇതൊക്കെ തന്നെയാണ് പറയണേ. ഇത് വിശ്വം, ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് 2 പെൺമക്കളേ ഉള്ളൂ. അവർ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും അവരുടെ ജീവിതം തകർന്നു കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിനക്ക് വേണേ ഇവിടെ വന്ന് നിൽക്കാം. പക്ഷെ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് വിടത്തില്ല, അവിടുത്തെ അടിമയാക്കാനായിട്ട്. അത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, അല്ല അമ്മയ്ക്കോ അച്ഛനോ അറിയാലോ, എനിക്ക് ഇവിടെ വന്ന് നിൽക്കാനും താല്പര്യക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ അങ്ങനെ വന്ന് നിൽക്കുന്ന എങ്ങനെയാ? സാരമില്ല, നീ ഒരു കാര്യം വന്നു പോയാൽ മതി. പക്ഷെ ഇപ്പം തൽക്കാലത്തേക്ക് പാറുവിനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞു. വിശ്വം പറഞ്ഞു, അത് കുഴപ്പമില്ല. ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഞാൻ എതിരൊന്നും പറയുന്നില്ല. അല്ലെങ്കിലും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇത്തിരി അഹങ്കാരം കൂടത്തുള്ളൂ. ഞാനും അത് കണ്ടും കേട്ടും ഇരിക്കുന്നതല്ലേ. പക്ഷേ ഇവിടെയാണല്ലോ എന്ന് ഓർത്തോണ്ടാ ഞാൻ വന്ന് വിളിച്ചത്. അതൊന്നും കുഴപ്പമില്ല വിശ്വം, ഞങ്ങൾക്കറിയാം നിന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കത് പ്രശ്നമുള്ള കാര്യമല്ല. നീ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി. പക്ഷേങ്കിൽ പാറ അങ്ങോട്ടേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം ആദ്യം നന്നാക്കാൻ നോക്ക്. നിങ്ങളുടെ അമ്മ ഒരു മകളായിട്ട് ഇവളെ എന്ന് കാണുന്നോ അന്ന് ഇവളെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുള്ളൂ എന്നൊക്കെ ശോഭയും മൂന്നും ഭാഷയും പറയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇനി വരുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വിശേഷം തന്നെയാണ്. രാജലക്ഷ്മിനെ ഇന്ദ്രനെയൊക്കെ പാഠം പഠിപ്പിക്കാനായിട്ട് പല്ലവി ഋതുവും പാറുവൊക്കെ കൈ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിപൊളി വിശേഷങ്ങളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.